CPI തർക്കം നിലനിൽക്കുന്ന കുട്ടനാട്ടിൽ LDF പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസിനും എതിരെയാണ് നോട്ടീസ് നൽകിയത്. UDFന്റെ 4 അംഗങ്ങൾക്കൊപ്പം CPMന്റെ 3 അംഗങ്ങളാണ് അവിശ്വാസത്തിൽ ഒപ്പിട്ടത്. കുട്ടനാട്ടിലെ കടുത്ത വിഭാഗീയതയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ 200ഓളം പേരാണ് CPM വിട്ട് CPIയിൽ ചേർന്നത്. ഏറെ നാളായി കടുത്ത വിഭാഗീയത തുടരുന്ന കുട്ടനാട്ടിൽ മുൻ ഏരിയ സെന്റർ അംഗവും രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റുമായ രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ 200-ലധികം പാർട്ടി അംഗങ്ങളാണ് CPM വിട്ടത്. ഇതിൽ രാജേന്ദ്രകുമാറും മറ്റ് 4 പഞ്ചായത്ത് അംഗങ്ങളും ഒഴികെ ബാക്കി എല്ലാവർക്കും CPI പ്രാഥമിക അംഗത്വം നൽകിയിരുന്നു. കൊഴിഞ്ഞുപോക്കിന് നേതൃത്വം നൽകിയ രാജേന്ദ്രകുമാറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള നീക്കത്തിൽ CPM നേതൃത്വത്തിന്റെ പിന്തുണ ഉണ്ടെന്നാണ് സൂചന. UDFന്റെ 4 അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ CPM അംഗങ്ങളായ KP അജയഘോഷ്, സൂര്യ ജിജിമോൻ, ബിൻസ് ജോസഫ് എന്നിവരാണ് ഒപ്പിട്ടത്. 13-അംഗ ഭരണസമിതിയിൽ 9 CPM അംഗങ്ങളും 4 UDF അംഗങ്ങളുമാണ്. CPM നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്ന് രാജേന്ദ്രകുമാർ അടക്കം 6 പേരാണ് CPIയിലേക്ക് മാറിയത്. 13-ൽ 7 പേരും അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതിനാൽ LDFന് പഞ്ചായത്ത് ഭരണം നഷ്ടമാകാനാണ് സാധ്യത. ഇതോടെ പഞ്ചായത്ത് ഭരണം UDFന്റെ കൈകളിലെത്തും. കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തെ CPM അംഗങ്ങൾ പിന്തുണച്ച നിലപാടിനോട് ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജനം, ആലപ്പുഴ.